ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് പരീക്ഷകളൊക്കെ ഇങ്ങ് എടുക്കാറായിട്ടുണ്ടല്ലോ. അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഗണിതം പരീക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ടീച്ചർ ഇംഗ്ലീഷ് മീഡിയം അതുപോലെ തന്നെ മലയാളം മീഡിയം കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുൻ വർഷങ്ങളിൽ നമ്മുടെ ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷവും കൂട്ടുകാർക്ക് ഏകദേശം ഇതുപോലെ തന്നെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരെയുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഡിവൈഡ്. വിച്ച് ഓഫ് ദി പിക്ചർ given below are shaded 1/4 part? Put a tick mark in correct boxes. അതായത് നമുക്ക് താഴെ കുറച്ച് പിക്ചേഴ്സൊക്കെ തന്നത് കണ്ടോ. അതിൽ ഏതൊക്കെ പിക്ചേഴ്സാണ് 4ൽ 1 ഭാഗം ഷെയ്ഡ് ചെയ്തത് എന്നത് കണ്ടെത്തിയിട്ട് അതിന് ശരി ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ മക്കളെ, ABCD എന്ന് പറഞ്ഞിട്ട് 4 പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇതിൽ ഏതൊക്കെ പിക്ചറാണ് 4ൽ 1 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? ഇതൊക്കെയാണ്. നമുക്കറിയാം അല്ലേ, ബി നോക്കിയാൽ രണ്ടാമത്തെ പിക്ചർ നോക്കിക്കേ, ബി ആ ഒരു ചതുരത്തെ നമ്മൾ 4 കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ. അതിൽ എത്ര ഏരിയ മാത്രമേ നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ? ഒരു ഏരിയ മാത്രമേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ അല്ലേ. പിന്നെ അതുപോലെ തന്നെ സി നോക്കിക്കേ മക്കളെ, എത്രയാണ്? 4 ഭാഗമാക്കിയതിൽ ഒരു ഭാഗത്തെ നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി എന്താണ് പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കളർ 3/4 പാർട്ട് ഓഫ് ഗിവൺ റെക്റ്റാങ്കിൾ. അതായത് നമുക്ക് താഴെ റെക്റ്റാങ്കിളിൻ്റെ പിക്ചർ തന്നത് കണ്ടില്ലേ, ആ റെക്റ്റാങ്കിളിനെ 4ൽ 3 ഭാഗമായിട്ട് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആ റെക്റ്റാങ്കിളിനെ 4 തുല്യ പാർട്ടുകളായിട്ട് മാറ്റുക. എന്നിട്ട് അതിലെന്ത് ചെയ്യുക, 3 പാർട്ടിന് എന്ത് ചെയ്യുക, നിറം നൽകണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോകാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 1 ലാക്ക് ഫാമിലി ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂട്ടുകാരുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ 1 ലാക്ക് ഫാമിലി ആവും. അപ്പോൾ എന്ത് ചെയ്യുക, പുതുതായിട്ട് വീഡിയോ കാണുന്ന മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആയിട്ട് മറക്കല്ലേ. അതോടൊപ്പം തന്നെ മക്കൾ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ മക്കളെ, ആക്ടിവിറ്റി 2 നോക്കിക്കേ. ടാറിംഗ് ദി റോഡ്. ടീച്ചർ ആദ്യം ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പറയാം കേട്ടോ, അതിനുശേഷം മലയാളത്തിൽ പറയാം. As part of the annual plan 2023-24 Odalakad Grama Panchayat, road was tarred from Mailadankunnu junction to Kurukkanpara. On the first day 1450 meters, second day 1370 meters and the third day 1418 meters were tarred. On which day more tarring was done? എന്താണ് മക്കളെ ക്വസ്റ്റ്യൻ? ഒരു റോഡ് എന്ത് ചെയ്യാണ്, ടാർ ചെയ്യാണ് അല്ലേ. അപ്പം എവിടെ മുതലാണ്? മയിലാടുകുന്ന് ജംഗ്ഷൻ ടു കുറുക്കമ്പാറ വരെയാണ് ടാർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഡേ എന്ത് ചെയ്തു, 1450 മീറ്ററാണ് ടാർ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ദിവസമോ 1370 മീറ്ററും, മൂന്നാമത്തെ ദിവസമാണെങ്കിൽ 1480 മീറ്ററുമാണ് ടാർ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളത് ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഓൺ വിച്ച് ഡേ മോർ ടാറിങ് വാസ് ഡൺ. ഏറ്റവും കൂടുതൽ ടാറിങ് നടന്നത് ഏത് ദിവസമാണ്? ഏത് ദിവസമാണ് മക്കളെ? 3rd ഡേ ആണല്ലേ. അത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 3rd ഡേ 1480 മീറ്ററാണ് ടാർ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ മക്കൾ അവിടെ 3rd ഡേ എന്ന് വേണം എഴുതാനായിട്ട് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് വാസ് ദി ഡിസ്റ്റൻസ് ഫ്രം മയിലാടംകുന്ന് ജംഗ്ഷൻ ടു കുറുക്കൻപാറ? അതായത് നമ്മുടെ മയിലാടംകുന്ന് മുതൽ കുറുക്കൻപാറ വരെയാണ് ടാറിങ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. കണ്ടെത്താൻ എന്ത് ചെയ്താൽ മക്കളെ, നമുക്ക് ഓരോ ദിവസവും ടാർ ചെയ്തിട്ടുള്ള മീറ്റർ എത്രയാണ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് കിട്ടില്ലേ. എത്രയാണ് മക്കളൊന്ന് ആഡ് ചെയ്ത് നോക്കണം കേട്ടോ. 4300 മീറ്റർ എന്ന് കിട്ടും കേട്ടോ. 4300. ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള സി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മെനി മീറ്റേഴ്സ് മോർ വാസ് ദി റോഡ് ടാറഡ് ഓൺ ദി 3rd ഡേ ദാൻ ദി 2nd ഡേ. അതായത് രണ്ടാമത്തെ ദിവസത്തിനേക്കാൾ എത്ര കൂടുതൽ മീറ്റർ മൂന്നാമത്തെ ദിവസം ടാർ ചെയ്തിട്ടുണ്ട് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം രണ്ടാമത്തെ ദിവസം എത്രയാണ് ടാർ ചെയ്തിട്ടുള്ളത്? 1317 ആണല്ലേ, 1370 ആണ്. മൂന്നാമത്തെ ദിവസമോ 1480 ആണല്ലേ. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കിയാൽ പോരെ. അതായത് 1480 മൈനസ് 1370 എത്ര കിട്ടും മക്കളെ? 110 എന്ന് കിട്ടും അല്ലേ, 110 എന്ന് കിട്ടും. അപ്പോൾ അതാണ് ആ ഒരു ഡിസ്റ്റൻസ് കേട്ടോ, കൂടുതൽ ഡിസ്റ്റൻസ്. ഓക്കെ മക്കളെ, ഇനി ആക്ടിവിറ്റി 3 നോക്കിക്കേ. കലോത്സവം.
അപ്പോൾ ആക്ടിവിറ്റി 3 എന്താണെന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കൂട്ടുകാർ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അവരെന്ത് ചെയ്തില്ല, വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്താൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട മറക്കല്ലേ. ഓക്കെ മക്കളെ, ആക്ടിവിറ്റി 3 നോക്കിയേ. ദി പോയിന്റ് സ്റ്റാറ്റസ് ഗോട്ട് ബൈ 8 districts in this year's state school കലോത്സവം ഈസ് ഗിവൺ ബിലോ. ചെക്ക് ദി ലിസ്റ്റ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. അതായത് നമുക്ക് താഴെ ഒരു ടേബിൾ തന്നത് കണ്ടോ. എന്താണ് മക്കളെ തന്നത്? നമ്മുടെ ഡിസ്ട്രിക്റ്റ് കലോത്സവമാണല്ലേ, സ്റ്റേറ്റ് കലോത്സവമാണല്ലേ. അപ്പോൾ സ്റ്റേറ്റ് കലോത്സവത്തിന് 8 ജില്ലകൾക്കായിട്ട് കിട്ടിയിട്ടുള്ള മാർക്കിൻ്റെ ഒരു ടേബിളാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് നോക്കിയതിന് ശേഷം താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് മക്കളത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം നോക്കിക്കേ മക്കളെ, ഒരു കോളത്തിൽ ഡിസ്ട്രിക്റ്റ് ഏതാന്ന് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ തൊട്ടടുത്ത കോളത്തിൽ പോയിൻ്റ് സ്റ്റാറ്റസും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഡിസ്ട്രിക്റ്റ് കെയിം ഫസ്റ്റ് ഇൻ ദി സ്റ്റേറ്റ് കലോത്സവം. സ്റ്റേറ്റ് കലോത്സവത്തിൽ ഏത് ജില്ലയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് എന്ന്. അപ്പം മക്കൾ മാർക്ക് നോക്കിക്കേടാ. തിരുവനന്തപുരം എത്രയാണ്? 870 അല്ലേ, 870. കൊല്ലം 912, 912. എറണാകുളം 899, 899. തൃശ്ശൂർ 925, 925. മലപ്പുറം 913, 913. കോഴിക്കോട് 949, 949. കണ്ണൂർ 952, 982. പാലക്കാട് 938, 938. അപ്പോൾ ഏതാണ് മക്കളെ? കണ്ണൂരാണ് അല്ലേ. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് ഡൗൺ ദി ഡിസ്ട്രിക്റ്റ് വിച്ച് ഗോട്ട് ഫസ്റ്റ് 5 പൊസിഷൻ ഇൻ ഓർഡർ. അതായത് ആദ്യത്തെ 5 സ്ഥാനത്ത് നിൽക്കുന്ന ജില്ലകളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ഏതാണ് മക്കളെ? നമ്മൾ നേരത്തെ പറഞ്ഞൂലേ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിട്ടുള്ളത് കണ്ണൂരിനാണ്. അപ്പോൾ കണ്ണൂരാണ് ഫസ്റ്റ്, 1ാം സ്ഥാനത്ത് വരിക അല്ലേ. അപ്പോൾ കണ്ണൂർ വരും. അടുത്തത് ഏതാണ് വരിക? കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം അല്ലേ. ഈ ഒരു ഓർഡറിലാണ് വരിക. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക നോക്കുക കേട്ടോ. ഓരോ ജില്ലേൻ്റെ പോയിൻ്റ് അനുസരിച്ച് വെച്ചിട്ട് മക്കൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് 4ാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 4 വായനക്കൂടാരം. 8 tons of sand, 5 tons of metal and 3 tons of cement are needed to build വായനക്കൂടാരം in കണ്ണാടിപ്പാറ UP സ്കൂൾ. ഹൗ മെനി കിലോഗ്രാം ഈസ് 1 ton? അതായത് നമ്മുടെ കണ്ണാടിപ്പാറ UP സ്കൂളിൽ വായനക്കൂടാരം ഉണ്ടാക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ വേണം? 8 ടൺ മണലും അതുപോലെ തന്നെ 8 ടൺ മെറ്റലും 3 ടൺ സിമെൻറ്റുമാണ് വേണ്ടത്. അപ്പോൾ നമ്മളത് ചോദിച്ചത് ഹൗ മെനി കിലോഗ്രാം ഈസ് 1 ton? ഒരു ടൺ എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. എത്ര കിലോഗ്രാമാണ്? 1000 കിലോഗ്രാമിനെയാണ് ഒരു ടൺ എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കുക മക്കളെ. കാൽക്കുലേറ്റ് ആൻഡ് റൈറ്റ് ദി വെയ്റ്റ് ഓഫ് സിമെൻറ്റ് ഇൻ കിൻഡൽസ്. കിൻഡൽസിൽ കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 3 ton ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ 3 ton. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10 × 3 ചെയ്യണം അല്ലേ. അപ്പോൾ എത്ര കിൻഡൽ കിട്ടും? 30 കിൻഡലാണ് അല്ലേ. 3 ടൺ എന്ന് പറയുകയാണെങ്കിൽ 30 കിൻഡലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കൺവേർട്ട് ദി വെയ്റ്റ് ഓഫ് മെറ്റൽ ടു കിലോഗ്രാം. മെറ്റലിൻ്റെ വെയിറ്റ് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രയാണ് മെറ്റലിൻ്റെ വെയിറ്റ് തന്നത്? 5 ton എന്നാണ് നമുക്ക് അല്ലേ. 5 ton എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? 5 × 1000 ചെയ്താൽ പോരെ. 5 × 1000 ചെയ്താൽ നമുക്ക് എത്ര കിലോഗ്രാമാണെന്ന് കണ്ടെത്താനായിട്ട് പറ്റൂലേ. അപ്പോൾ എത്ര കിട്ടും മക്കളെ? 5000 കിലോഗ്രാം എന്ന് കിട്ടും അല്ലേ. 5000 കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു ആക്ടിവിറ്റിയിലോട്ട് പോവാം. അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 5 സ്കോളർഷിപ്പ്. 25 children are writing LSS examination in Amapetti LP school. The register number started from 16,124. എന്താണ് മക്കളെ പറഞ്ഞത്? ഒരു സ്കൂളിലെ 25 കുട്ടികൾ എന്ത് എഴുതിയിട്ടുണ്ട്? LSS എക്സാം എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ രജിസ്റ്റർ നമ്പർ എവിടെ മുതലാണ് തുടങ്ങുന്നത്? 16,126 മുതൽ 24 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താണ് മക്കളത് പറഞ്ഞത്? റൈറ്റ് ദി രജിസ്റ്റർ നമ്പർ ഓഫ് ഫസ്റ്റ് 5 സ്റ്റുഡൻസ് ഇൻ ഓർഡർ. അതായത് ആദ്യത്തെ 5 കുട്ടികളുടെ രജിസ്റ്റർ നമ്പറിൽ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ നമുക്കറിയാമല്ലേ. എത്രയാണ്? 16,124 ആണല്ലേ. അത് കഴിഞ്ഞിട്ട് ഏതായിരിക്കും? 16,125, 16,126, 60,127, 60,128 അല്ലേ. 16,124, 16,125, 16,126, 16,127, 16,128. അപ്പോൾ ഇതേ രീതിയിൽ വേണം മക്കൾ എഴുതാനായിട്ട് കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കിക്കേ. വാട്ട് ഈസ് ദി രജിസ്റ്റർ നമ്പർ ഓഫ്
ഫിഫ്ത്ത് സ്റ്റുഡൻറ്റ്, അതായത് 25ാമത്തെ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ എത്രയായിരിക്കും എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, എത്രയായിരിക്കും? 16,148 ആയിരിക്കും അല്ലേ? 16,148 ആയിരിക്കും വരിക കേട്ടോ. മക്കളൊന്ന് നോക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് വിൽ ബി ദി സീരിയൽ നമ്പർ ഓഫ് ദി സ്റ്റുഡൻറ്റ് ഹാവിംഗ് രജിസ്റ്റർ നമ്പർ 16,134? അതായത് 16,134 എന്ന രജിസ്റ്റർ നമ്പർ വരുന്ന കുട്ടിയുടെ സീരിയൽ നമ്പർ എത്രയായിരിക്കും എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എത്രാമത്തെ കുട്ടിയുടേതായിരിക്കും മക്കളെ? 11ാമത്തെ കുട്ടിയുടേതായിരിക്കും അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് 5ാമത്തെ ആക്ടിവിറ്റിയിൽ ചെയ്യാനായിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മക്കൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അതോടൊപ്പം തന്നെ കൂട്ടുകാർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അടുത്ത ദിവസം നോക്കിക്കേ മക്കളെ. ആക്ടിവിറ്റി 6 ലൈബ്രറി. ദി ഡീറ്റെയിൽസ് ഓഫ് ദി ബുക്സ് ഇൻ ദി സ്കൂൾ ലൈബ്രറി ആർ ഗിവൺ ഇൻ ദി ടേബിൾ ബിലോ. ദ പിക്ചർ ഓഫ് 1 ബുക്ക് ഇൻഡിക്കേറ്റ് 100 ബുക്സ്. അതായത് നമ്മുടെ സ്കൂൾ ലൈബ്രറിയിലുള്ള ബുക്കുകളുടെയൊക്കെ ഡീറ്റെയിൽസ് തരുന്ന ഒരു ടേബിളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൽ മക്കൾ കണ്ടോ, ബുക്കിൻ്റെ പിക്ചേഴ്സ് കാണാം അല്ലേ. അപ്പോൾ ഒരു ബുക്കിൻ്റെ പിക്ചർ ഉണ്ടെങ്കിൽ അത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്? ഒരു ബുക്കിൻ്റെ പിക്ചർ ഉണ്ടെങ്കിൽ അത് 100 ബുക്കിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അതായത് ഒരു ബുക്കിൻ്റെ പിക്ചർ കണ്ടാൽ 100 ബുക്ക് എന്നർത്ഥം. അപ്പോൾ 2 ബുക്കിൻ്റെ പിക്ചർ ഉണ്ടെങ്കിലോ 200 എന്നതാണ് അർത്ഥം അല്ലേ. ഓക്കെ മക്കളെ, അപ്പം മക്കളടുത്ത് പറഞ്ഞത് ഇതാണ്, കംപ്ലീറ്റ് ദി ടേബിൾ. താഴെ തന്നിട്ടുള്ള ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പം നോക്കിക്കുക മക്കളെ, ആദ്യത്തെ ബുക്ക് ഏതാണ്? ബയോഗ്രഫി കാറ്റഗറിയിൽ പെടുന്നതാണ് അല്ലേ. അപ്പം അവയുടെ പിക്ചർ ദാറ്റ് ഡിനോട്ട്സ് നമ്പർ ഡിനോട്ട് ചെയ്യുന്നതിൻ്റെ പിക്ചേഴ്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എത്രയാണ്, ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ആണ് മക്കൾ കണ്ടെത്തേണ്ടത്. ബയോഗ്രഫി എത്രയുണ്ടായിരിക്കും മക്കളെ? നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബുക്കിൻ്റെ പിക്ചർ തന്നാൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 100 എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എത്ര പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്? ബയോഗ്രഫിയുടെ നേരെ 7 ബുക്കിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അതിനർത്ഥം ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് എത്രയാണ്? 700 ആണ് അല്ലേ, 700 ആണ്. നെക്സ്റ്റ് വൺ നോക്കിക്കുക മക്കളെ. സ്റ്റോറി എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 5 എണ്ണത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര ബുക്ക് ഉണ്ടായിരിക്കും മക്കളെ? 500 ബുക്ക് ഉണ്ടായിരിക്കും അല്ലേ, 500. ദെൻ പോയട്രി 4 ആണുള്ളത് കേട്ടോ. അപ്പോൾ എത്രയാണ്? 400 അല്ലേ, 400. അത് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എത്രയാണ് മക്കളെ? 5 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് 500 ബുക്സ് അല്ലേ, 500 ബുക്സ് ഉണ്ടായിരിക്കും. ഓക്കെ മക്കളെ, ഇനി അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മറ്റ് ചോദ്യങ്ങൾ നോക്കിക്കേ. വിച്ച് ഐറ്റം ഹാസ് മോർ ബുക്സ്? ഏറ്റവും കൂടുതൽ ബുക്കുള്ളത് ഏത് ഐറ്റത്തിലാണ്? ബയോഗ്രഫിയിലാണ് അല്ലേ. എത്രയുണ്ട് മക്കളെ? 700 ഉണ്ട് അല്ലേ. നെക്സ്റ്റ് വന്ന് നോക്കിക്കേ. വിച്ച് ആർ ദി ഐറ്റംസ് ഹാവിങ് ഈക്വൽ നമ്പർ ഓഫ് ബുക്സ് ഇൻ ദി ലൈബ്രറി? ഒരേ എണ്ണമുള്ള ബുക്സ് ഏതൊക്കെയാണ് മക്കളെ? 500 കിട്ടിയത് ഏതായിരുന്നു? അതെ, സ്റ്റോറി അതുപോലെ തന്നെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറും ആണ് അല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഇൻ ദി സ്കൂൾ ലൈബ്രറി? ആ സ്കൂൾ ലൈബ്രറിയിലുള്ള ടോട്ടൽ ബുക്സിൻ്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. അത് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം? നമ്മളിപ്പം കണ്ടെത്തിയിട്ടുള്ള ഓരോ ബുക്കുകളുടെയും ടോട്ടൽ എണ്ണം തമ്മിൽ ആഡ് ചെയ്താൽ പോരെ. അതായത് 700 പ്ലസ് 500 പ്ലസ് 400 പ്ലസ് 500 അല്ലേ. 700 കൂട്ടണം, 500 കൂട്ടണം, 400 കൂട്ടണം, 500 ചെയ്താൽ മതി. ടോട്ടൽ എത്ര കിട്ടും? 2100 എന്ന് കിട്ടും അല്ലേ, 2100 എന്ന് കിട്ടും. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ പരീക്ഷയിലെ ചോദ്യങ്ങൾ. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. അപ്പോൾ ഇതുപോലെ മറ്റ് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.